ധാരാളം നമ്മുടെ പ്രിയ സുഹൃത്ത് ധാരാളം തുടങ്ങിയിരിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ്. ഇതിന്റെ ധർമ്മം നമ്മുടെ വിവിധ പ്രദേശങ്ങളിലെ സമകാലിക പ്രശ്നങ്ങൾ വിവിധ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ന്യൂസ് ചാനലിനെ പറ്റിയല്ല പറയുന്നത്. ന്യൂസ് ചാനലുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുമോ എന്നൊരു സംശയമാണ്. എൻ്റെ ഓഫീസിലായിരിക്കുന്ന കേരളത്തിന്റെ മുന്നിലും ഫുൾ ടൈം ചാനൽ കാണാവുന്ന ടി വി ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഓൺ ചെയ്യാം. കാരണം ന്യൂസ് ചാനൽ കാണുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. നമ്മൾ ന്യൂസ് ചാനൽ കാണുന്നത് എപ്പോഴാണ്? നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. ഓഫീസിലൊക്കെ നിങ്ങൾ കാണുന്നത് വലിയ പല പ്രത്യേക വിശേഷങ്ങളുണ്ടെങ്കിൽ കാണോ, അതിന് ബുദ്ധിമുട്ടായിരിക്കും. വെറുതെ സ്വാളികളൊന്നും എനിക്ക് നോക്കും എന്നുള്ള കാണാൻ അവസരം ചെയ്ത് കാണാൻ സമയം. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ രാത്രി ചെയ്യുമ്പോൾ ജീവൻ നൽകുന്ന ശ്രീ ഷാജു ചക്കാരിക്കലിന് ഇതെല്ലാവരുടെ പേരിലും കൃത്യമായിട്ടുള്ള മംഗളകരമാണ്. നമുക്കറിയാം, ഇരിങ്ങാലക്കുട പട്ടണത്തിലും എന്നോടുള്ള പ്രാന്തപ്രദേശങ്ങളിലും ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട്. അപ്പോൾ ഈ പുതിയ ന്യൂസ് ചാനലിന്റെ പ്രസക്തി എന്താണ്? ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സത്യം പറയും എന്ന്. നമുക്കറിയാം, എല്ലാ ചാനലുകൾക്കും എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സബ്ജക്റ്റിവിറ്റി ഉണ്ട്, ആപേക്ഷികതയുണ്ട്. ആപേക്ഷികതയില്ലാതെ നിഷ്പക്ഷമായിട്ട് എന്ന് നമുക്ക് ഒരു ചാനലിനെ കുറിച്ചോ ഒരു വാർത്താ മാധ്യമത്തെ കുറിച്ചോ പറയാൻ സാധിക്കും. ഫസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് സുനിയാണ് അവർ ഇപ്പോൾ നിർവഹിക്കുകയാണ്. തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുപ്പിൻ്റെ അവാർഡ് ദാനം അടുത്ത സെപ്റ്റംബർ ചെയ്യുന്ന പ്രൗഢമായ സമ്മേളനത്തിൽ വെച്ച് അവാർഡ് ദാനം നിർവഹിക്കുന്നതായിരിക്കും. വരദാനങ്ങളുടെ നാടായി ഇരിങ്ങാലക്കുട ഒരുപാട് നന്മയുടെയും ഒരുപാട് ഗുണങ്ങളുടെയും ഒരുപാട് വിശുദ്ധിയുടെയും നാടാണ്. ഈ നാടിന്റെ പൗത്രതയും ആഘോഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശീർവാദമുണ്ട്. ഇവിടെ ഭാഗം ഒരു വലിയ മത്സരത്തിലേക്ക് നമ്മുടെ ഈ ന്യൂസ് ചാനൽ പോവുകയാണ്. ഇരിങ്ങാലക്കുടയിലെ ഏറ്റവും നല്ല മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുക്കാനുള്ള യാത്ര ഇന്ന് മുതൽ ആരംഭിക്കുന്നതാണ് ഷാജൻ പറഞ്ഞത്. അപ്പോഴും ഒരു കാര്യം ഷാജൻ പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയവും ഉണ്ടാകില്ല, ഒരു മതപരമായ ഇതും ഉണ്ടാകില്ല, തനി നിഷ്പക്ഷത, നല്ല മിടുക്കരായ ഉദ്ദേശത്തെ വെച്ചുകൊണ്ട് ഒരു നല്ല ലക്ഷ്യം നടത്താനാണ് ആഗ്രഹിക്കുന്നത് പറയുന്നത്. അത് പരിപൂർണമായി നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്, അങ്ങനെ തന്നെ ചെയ്യിക്കും. അതുകൊണ്ട് ആ ദൗത്യത്തിലും വിജയിക്കട്ടെ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ ഒക്കെ കാലാവധി കഴിയാറായി. അതിന്റെ കർട്ടനിടുന്നതിന് മുമ്പ് ബെസ്റ്റ് കൗൺസിലറെ നമുക്ക് ഈ ന്യൂസ് ചാനലിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള ദൗത്യം ആരംഭിക്കുന്നു. അതിനുള്ള നല്ല ആശംസ നേർന്നുകൊണ്ട് എല്ലാ ഭാവവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കൂടുതൽ വരുമെന്നുള്ളത് ഞങ്ങൾക്കൊരു സന്തോഷമായുള്ള കാര്യമാണ്. ഷാജനാണെങ്കിൽ ശ്രദ്ധിച്ചതൊക്കെ ജീവിതത്തിൽ എന്തും അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ ജീവിതം അപ്ഡേറ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇവിടെ കഴിഞ്ഞത് കഴിഞ്ഞ ഷാജൻ അത് കൈവിധി ആ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളെയും ആധുനികവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപൂർവം വ്യക്തിത്വത്തിലുള്ള ആളാണ് സാധിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പഠനത്തിന്റെ ഒരു ശരിയായ പരിചയം ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് അർപ്പിതമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്കും വെബ്സൈറ്റും ഒക്കെ എടുക്കുന്ന ആളുകളുടെ ഒരു ശരാശരി ഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. എന്ന ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതോടുകൂടി ന്യൂസ് ഇരിങ്ങാലക്കുടയുടെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തതായി എല്ലാവരെയും അറിയിച്ചു കൊടുത്തു. ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ച് ജൂനിയർ ഇന്നസെൻസ് നമ്മുടെ ജോയിന്റ്